കോഴിക്കോട് ടൗൺ ഹാളിൽ കൗതുകകരമായ ഒരു സാഹിത്യ സമ്മേളനം. ആ സമ്മേളനത്തിന് ഞാൻ പോയി. ടൗൺ ഹാളിൽ ഇങ്ങനെ നിരത്തി ഫോട്ടോകൾ വെച്ചിരിക്കുന്നത് എപ്പോഴും കാണും. കോഴിക്കോട്ടെ സാംസ്കാരിക നായകന്മാരുടെ ഫോട്ടോ ആണ്. ടൗൺ ഹാളിൽ നിറച്ച് ഫോട്ടോ ആണ് ഒരു തലയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട്. അതിൽ 99% പേരും പരിചയക്കാരാണ്, സുഹൃത്തുക്കളായിരുന്നു. ഓരോരുത്തരും ഇപ്പുറത്തെ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞ അനുഭവം ഉണ്ടായി. കുഞ്ഞുണ്ണി മാഷോട് അടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓർത്തിരിക്കുകയാണ്, മാഷയുടെ ഫോട്ടോ ഭാവിയിൽ ഇവിടെ എങ്ങനെ വെക്കുക, അവിടെ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ മാഷ് പറയാം, അവിടെ വെക്കണ്ട. എന്നിട്ട് വേറൊരു ഭാഗം ചൂണ്ടി, എന്റെ ഫോട്ടോ അവിടെ വെച്ചാൽ മതി. അപ്പൊ ഞാൻ മാഷ് എന്താ പറയാ കാരണം നോക്കിയപ്പോ അതിലപ്പുറത്ത് ഇരിക്കുന്ന രണ്ടുപേരും മാഷക്ക് അത്ര പ്രിയം പോരാ. ഞാനൊരു ഗ്യാപ്പ് കണ്ടപ്പോ വെറുതെ ചൂണ്ടിക്കാഴ്ച പറഞ്ഞ എന്റെ ഫോട്ടോ അവിടെ വെച്ചാൽ മതി എന്ന് മാഷ് പറയാൻ കാരണം അതിന്റെ രണ്ടു ഭാഗത്തുള്ള ഫോട്ടോ മാഷക്ക് അത്ര പ്രിയപ്പെട്ടവരായിരിക്കില്ലായിരിക്കാം, തമാശ പുറത്തായിരിക്കാം. പക്ഷെ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ എന്നും കോഴിക്കോട് ഒന്നാം സ്ഥാനത്താണ്. ഇപ്പൊ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ജന്മദിനാഘോഷങ്ങൾ എവിടൊക്കെ നടന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ കോഴിക്കോടുണ്ടായി. ആ കോഴിക്കോട് ഉണ്ടാവാൻ കാരണം കോഴിക്കോട്ട് കുറച്ചു പേര് ഇതേപോലുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ട് പ്രവർത്തിക്കും. ആറ്റക്കോയ പള്ളിക്കണ്ടി ഒക്കെ ആ കൂട്ടത്തില് വരും. ഒരാൾ മുന്നിട്ട് ഇറങ്ങിയാലേ ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇത്തവണ തകഴിയുടെ പേരില് ഒരു അവാർഡും കൊടുത്തു. ആ അവാർഡ് കിട്ടിയത് PS ശ്രീധരൻപിള്ളയ്ക്കാണ്. പല സ്ഥലത്തും അദ്ദേഹം ഗവർണറായിരുന്നു. ഇപ്പൊ ഗവർണർ എന്ന സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന അവസരം മുഴുവൻ ശ്രദ്ധയും സാഹിത്യത്തിൽ തന്നെയാണ്. അദ്ദേഹം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മിക്കവാറും പ്രസംഗങ്ങളിൽ ആ സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇടയ്ക്ക് വീട്ടിൽ വരും, പല സമ്മേളനങ്ങളിലും ഒരുമിച്ച് കൂടും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോവും, ഗവർണറായതിനു ശേഷവും. സാഹിത്യത്തിൽ വളരെ വാസനയുള്ള ഒരു വ്യക്തി ആണ്. അനവധി പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങൾക്കാണ് തകഴിയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയത്. ഞാൻ ആ ചെറുകഥകൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. വായനാശീലമുള്ളവരെ സംബന്ധിച്ചോളം അവര് വായിക്കും. വേദിയിൽ വന്നിട്ട് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു സ്ഥിതി എനിക്ക് ഉണ്ടാവാറില്ല. മിക്കവാറും കേൾക്കാം, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ഓരോരുത്തർ പറയാ. ഞാനല്ല, അല്ലെങ്കിലേ വായിക്കും. എന്നെ വേദിയിലേക്ക് വിളിച്ചിട്ടില്ലെങ്കിലും പുസ്തകം കയ്യിൽ കിട്ടിയ ഞാൻ വായിക്കും. അപ്പൊ ആ സ്റ്റേജില് ശ്രീധരൻപിള്ളയുടെ തകഴിയുമായിട്ടുള്ള സ്മരണകള് ഓർമ്മയിൽ വന്നു. ഞാൻ അവിടെ പറയുകയും ചെയ്യും. ഒരു 26 വയസ്സായപ്പോ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. ഉറൂബും പൊറ്റക്കാടൊക്കെ ചേർന്നിട്ടാണ്. അന്ന് 1000 രൂപയ്ക്ക് ആ മെമ്പർഷിപ്പ് കിട്ടിയ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് വേണ്ടി ഉറൂബ്, പൊറ്റക്കാട്, കെ സുരേന്ദ്രൻ, പാറപ്പുറം ഒക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അന്ന് മുതൽക്കേ കേശവദേവായിട്ട് വലിയ അടുപ്പാണ്. തകഴി എന്ന ഗ്രാമത്തില് കൃഷിക്കാരനായിട്ടാണ് അദ്ദേഹം കോട്ടയത്തും വരിക. കാഴ്ചയില് കൃഷിക്കാരൻ തന്നെ. തകഴിയെ പറ്റി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്.
തമാശകൾ പറയാറുണ്ട്. അത് ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ട് കുറെ ചിരിക്കാം എന്നല്ലാതെ അദ്ദേഹത്തിന്റെ കാലശേഷം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. പക്ഷെ തകഴിന്ന് പേര് കേൾക്കുമ്പോൾ ചിരി വരാൻ കുറെ കാരണങ്ങളുണ്ട്. തകഴിയായിട്ടുള്ള അനുഭവമുണ്ട്, തകഴി പറഞ്ഞ കാര്യമുണ്ട്, പാറപ്പുറം സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. കോട്ടയത്തേക്ക് പോയാൽ എല്ലാവരും ചിലപ്പോൾ ഒരു കടയിൽ നിന്ന് ആഹാരം കഴിക്കും, അങ്ങനെ മടങ്ങും. അനവധി കൃതികൾ തകഴി എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഫേമസ് ചെമ്മീനാണ്. ചെമ്മീൻ ഇവിടുത്തെ കാലം മുഴുക്കെ രാമുകാരിയായിട്ടുമായിട്ടും എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. ആ ചെമ്മീനേക്കാൾ പ്രധാനപ്പെട്ട കൃതികൾ തകഴി എഴുതിയിട്ടുണ്ട്. സീരിയസ് റൈറ്ററാണ് തകഴിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവുകയില്ല. തകഴിയിലൊരു നാടൻ കൃഷിക്കാരൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സും നടപ്പും ഇരിപ്പും ഒക്കെ. എന്നാൽ ഏണിപ്പടികള്, അനുഭവങ്ങൾ, പാളിച്ചകള് ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ചിലത് മാത്രം നമ്മൾ ഓർക്കും. എല്ലാം ഇപ്പൊ തലയില് ഏണിപ്പടികളില് ചില സംഭാഷണം എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നൊരു കഥയുണ്ട്, അന്ന് വായിച്ചതാ. ഞാൻ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കഥ വായിക്കുന്നത് ഒരു 20-ാമത്തെ വയസ്സിലായിരിക്കും. NBS-ലൊക്കെ സാഹിത്യ പ്രവർത്തന സംഘമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പേ വായിച്ചതായിരിക്കാം. ആ കഥ മനസ്സിൽ വന്നു. ശ്രീധരൻപിള്ളയ്ക്ക് അവാർഡ് കൊടുത്ത വേദിയിൽ സംസാരിക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കഥ എന്നിലുണ്ടാക്കിയ അനുരണനങ്ങൾ ഞാൻ പറയേണ്ടത്. വെള്ളപ്പൊക്കം എന്നുള്ളൊരു സാധാരണ സംഭവമാണ്. അന്നും ഇന്നും തകഴിയുടെ കഥകൾ മുഴുവൻ കുട്ടനാട് ബേസ് ചെയ്തിട്ടാണ്. അവിടുത്തെ കർഷക തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള് ഇവരാണല്ലോ കഥാപാത്രങ്ങൾ. വെള്ളപ്പൊക്കം വരുമ്പോ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് സാധാരണ സംഭവം ആണ്. പിന്നീടാണ് നമുക്കൊരു മാറ്റം വന്നത്. ചതുപ്പ് നിലങ്ങളിൽ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ടങ്ങോട്ട് നികത്തും. മണ്ണിട്ട് നികത്തിയിട്ട് അതിന്റെ മുകളിൽ വീട് വെക്കും. പിന്നെ ഈ വെള്ളം എന്ത് ചെയ്യും? എവിടേക്കായി വെള്ളം പോവുക? ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. വെള്ളപ്പൊക്കം വരുമ്പോ ആളുകൾ താമസം മാറും. എല്ലാ വെള്ളപ്പൊക്കത്തിനുമല്ല, ചില വെള്ളപ്പൊക്കം വളരെ വലിയ രീതിയിലായിരിക്കും വെള്ളപ്പൊക്കം. കഥയിൽ ചേന്നൻ എന്നൊരു കഥാപാത്രമുണ്ട്. ചേന്നൻ എന്നാണ് പേര് എന്നാണ് എന്റെ ഓർമ്മ. അയാള് ജമ്മി ആണ് അയാളുടെ ദൈവം. ചേന്നനുണ്ട്, കുടുംബമുണ്ട്. ചേന്നന് ഒരു നായിയുണ്ട്. ചേന്നനെ സംബന്ധിച്ചിടത്തോളം അന്നദാതാവ് ജന്മിയാണ്. ഈ രീതിയൊക്കെ മാറിയാലും ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്. ജമ്മി എന്നല്ലെങ്കിൽ നമ്മുടെ അന്നദാതാവ് ചില ആളുകളല്ലേ കൈവറ്റ് സ്ഥാപനത്താ ജോലി ചെയ്യുന്നെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ ബുദ്ധിമുട്ടിക്കൊണ്ടല്ലേ നമുക്ക് ശമ്പളം തരും. കനത്ത വെള്ളപ്പൊക്കം വന്നു. ഈ ജമ്മി ഉണ്ടല്ലോ എന്നെ രക്ഷിക്കാന്ന് വിചാരിച്ചാ ജീവിക്കണം. ജമ്മി ഏതോ തോണിയിൽ രക്ഷപ്പെട്ടു. ചേന്നൻ ഒറ്റക്കാണ്. ഇതിലൊരു തത്വചിന്ത വരുന്നുണ്ട്. നാം ആരെ വിശ്വസിച്ച് ജീവിക്കുന്നുവോ അവരില്ലാതെയാവും. അവര് നമ്മളെ ഉപേക്ഷിക്കും ഒരവസരം വരുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില അവസരങ്ങളിൽ നമുക്ക് ഓടേണ്ടി വരും. എല്ലാരും കൂടെ ഉണ്ടോ നോക്കി നടക്കില്ല. ആദ്യം അവിടെ എത്തിയിട്ട് പിന്നെ ആലോചിക്കാമെന്നാണ് ചിന്ത. അങ്ങനെയൊക്കെ ഉണ്ടാവും. ജമ്മി പോയി, ചേന്നൻ ഒറ്റക്കായി. ചേന്നന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. ഈ നായ
തന്റെ യജമാനൻ ചേന്നനാണ്. നായയെ ഉപേക്ഷിച്ച് ചേന്നൻ രക്ഷപ്പെട്ടു. നായക്കാരുണ്ട്. ഈ തൊഴുത്തിൽ കെട്ടിയിട്ട ജീവജാലങ്ങളിലെ കയറ് പോലും അഴിച്ചുവിടാൻ മറക്കുന്നവരുണ്ട്. അവനോന്റെ രക്ഷയുടെ കാര്യം വരുമ്പോ രക്ഷപ്പെടുക എന്നല്ലാതെ ഇത് ജീവികളാണെന്നും കെട്ടിയിട്ട കയറെങ്കിലും അഴിക്കണം എന്നുള്ള തോന്നൽ പോലും ഇല്ലാത്തവരുണ്ട്. വള്ളത്തിൽ മുങ്ങി തൊഴുത്തിൽ കിടന്ന് ചാവാറുണ്ട്. ചേന്നൻ രക്ഷപ്പെട്ടു. നായ ഒറ്റക്കായി. പിന്നീട് വെള്ളക്കറങ്ങി ജമ്മി ചേനനെ അന്വേഷിച്ചു, ചേനൻ നായയെ അന്വേഷിച്ചു. പക്ഷെ ഒരു മുതല പിടിച്ച് ആ നായയെ കൊന്നിരുന്നു എന്നാണ് ക്ലൈമാക്സ് എന്റെ ഓർമ്മയിൽ. ഇത് ജീവിതത്തിന്റെ വലിയൊരു തത്വമാണ്. ഇതൊരു നായയുടെയും ചേന്നന്റെയും ജമ്മിയുടെയും അല്ല. ചിലവരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നാം ജീവിക്കുന്നത്. നമ്മൾ അവരോട് പറയാറില്ലേ, നിങ്ങളെപ്പോഴുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യും. ഒരാപത്ത് വരുമ്പോ ഈ ഗുരുനാഥൻ ഉണ്ടല്ലോ അവിടെ. അങ്ങനെ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. ഈ ചേന്നനെ ആശ്രയിച്ചല്ലേ നായ കഴിയണത്. നായക്ക് വേറെ ആയുണ്ട്. മനുഷ്യൻ സംരക്ഷിച്ചാലല്ലേ നായകൾ ജീവിക്കുള്ളൂ. അലഞ്ഞു തിരിയുന്ന നായയാണെങ്കിൽ അവർക്ക് ആരാ ഉള്ളത്? നമ്മളല്ലാതെ. ഈ ബന്ധത്തെ പറ്റി അവിടെ ഇരുന്ന് അതിന്റെ ഇടയ്ക്ക് ശ്രീധരൻപിള്ളയായിട്ട് കുശലം പറഞ്ഞതിന്റെ ഇടയ്ക്കൊക്കെ വേദിയിലും ഞാനിത് പറഞ്ഞതാണ് ഓർമ്മ. പല കഥകളും നമ്മൾ സ്മരണകൾ ഉണ്ടാക്കും. അത് ജീവിതമാണ്. ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.